പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സിന്റെ അഡ്മിഷനിലെ ഒരു പുതിയൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യം, പാർട്ട്നേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകളാണ് ആവശ്യമുണ്ടാവുക. അതിൽ ഒന്നാമത്തെ കാര്യം റെക്കോർഡിംഗ് ക്യാപിറ്റൽ എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യമാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത്. എന്താണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. കാരണം എന്താണ്, പുതിയ ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ പഴയ ആ ഒരു റേഷ്യോ, ആ ഒരു അനുപാതം മതിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ഒരു റേഷ്യോ കണ്ടുപിടിക്കണം. മാത്രമല്ല, ഒരു പുതിയ പാർട്ട്ണർ വരുന്ന സമയത്ത് നിലവിലെ പാർട്ട്നേഴ്സിന് എന്താണ് അവിടെ ഒരു സാക്രിഫൈസ് ഉണ്ട്. അവരുടെ ലാഭത്തിന്റെ ഒരു പങ്കാണ് അവരെന്ത് ചെയ്യുന്നത്, വരുന്ന അഡ്മിറ്റ് ചെയ്യുന്ന പുതിയ പാർട്ട്ണർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ എന്താ പറയാ, സാക്രിഫൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ആദ്യം പരിചയപ്പെടുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ്, അതുപോലെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണ് എന്നുള്ളത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാല് the new profit sharing ratio is mutually decided by the partners. Admission of a partner to the existing firm means reduction in the share of old partners. അപ്പൊ എന്താണ്, പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തീരുമാനിക്കുന്നത് പാർട്ട്നേഴ്സ് ആണ്. പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ് പുതിയ റേഷ്യോ എന്തെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്, നിലവിലെ പാർട്ട്നേഴ്സിന്റെ ഷെയറിൽ ഒരു റിഡക്ഷൻ, ഒരു കുറവ് ഉണ്ടാവുന്നു എന്നുള്ളത്. ആ കുറവിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്, സാക്രിഫൈസ്, ത്യാഗം ചെയ്യുക, വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ. ഓക്കെ, അപ്പോ പുതിയ ഒരു പാർട്ട്നേഴ്സ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു പുതിയ ഒരു റേഷ്യോ അവരെന്ത് ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ഓക്കെ, ആ തീരുമാനം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു പാർട്ട്നേഴ്സിനോ അല്ലെങ്കിൽ മുൻപുള്ള എല്ലാ പാർട്ട്നേഴ്സിനോ എന്തുണ്ടാവുന്നുണ്ട്, അവരുടെ ഷെയറിൽ ഒരു കുറവ് ഉണ്ടാവുന്നുണ്ട്, റിഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ റിഡക്ഷനെ വിളിക്കുന്ന പേരാണെന്ത്, സാക്രിഫൈസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ സാക്രിഫൈസ് നമുക്ക് ഇത് നോക്കാം. On admission of a partner, the old partners have to give up a certain portion of their profit in favor of the new partner. അപ്പോ പുതിയ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് അവരുടെ നിലവിലുള്ള ഷെയറിന്റെ ഒരു പങ്ക് അവരെന്ത് ചെയ്യണം, വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കേണ്ടി വരും. ആ വിട്ടുകൊടുക്കുന്ന ആ ഭാഗത്തെയാണ് എന്ത് പേര് വിളിക്കുക, സാക്രിഫൈസ് എന്ന പേര് വിളിക്കുന്നത്. ഓക്കെ, in other words, sacrificing ratio is a ratio in which the old partners agree to sacrifice their share of profit in favor of new partner. അപ്പൊ നമുക്ക് ആ സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണ്, പൊതുവെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്, എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത്. ഇതൊരു റേഷ്യോ ആണ്. ഏത് അനുപാതത്തിലാണോ ഇവര് ത്യാഗം ചെയ്യുന്നത്, വിട്ടുകൊടുക്കുന്നത്, ആ അനുപാതത്തെയാണ് എന്ത് പേര് വിളിക്കുന്നത്, സാക്രിഫൈസിംഗ് റേഷ്യോ. അപ്പൊ പുതിയ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നിലവിലെ പാർട്ട്നേഴ്സ് ഏത് അനുപാതത്തിലാണോ വിട്ടുകൊടുക്കുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്, ആ അനുപാതത്തെയാണ് എന്ത് പേര് വിളിക്കുന്നത്, സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പേര് വിളിക്കുന്നത്. അപ്പൊ രണ്ട് ടേമുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, മറ്റൊന്ന് സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത്. അപ്പോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്ട്നേഴ്സ് തമ്മിൽ തീരുമാനിച്ച് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ അനുപാതത്തിൽ എത്തുന്നു എന്നുള്ളത്. രണ്ടാമത് സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാല് പുതിയ പാർട്ട്നേഴ്സ് വരുമ്പോ നിലവിലെ പാർട്ട്നേഴ്സ് ഏത് അനുപാതത്തിലാണോ വിട്ടുകൊടുക്കുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നത്, ആ അനുപാതത്തെയാണ് എന്ത് പേര് വിളിക്കുക, സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പേര് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനില് പല രീതികളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ ഒരു 5 കേസുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ന്യൂ റേഷ്യോ കാണാനും അതുപോലെ സാക്രിഫൈസിംഗ് റേഷ്യോ കാണാനുമുള്ള ഒരു പുതിയ
അഞ്ച് കേസുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിന്റെ കാൽക്കുലേഷൻ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നോക്കാം നമുക്ക് കേസ് 1. ഒന്നാമത്തെ കേസ്. When new partner acquire his share from the old partners in their old ratio. പുതിയ പാർട്ട്ണർ അയാൾക്കുള്ള ഷെയർ എങ്ങനെയാണ് നേടിയെടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്നും നേടിയെടുക്കുന്നു. അക്വയർ എന്ന് പറയുന്നത് നേടിയെടുക്കുക. ഏത് അനുപാതത്തിലാണ്? ഓൾഡ് റേഷ്യോ. അവരുടെ ഓൾഡ് റേഷ്യോയിൽ തന്നെ എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുക എന്നുള്ളത്. ജസ്റ്റ് നോക്ക്, നമ്മൾ ആ ഒരു കേസ് ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, when new share of the incoming partner is given, ആ ക്വസ്റ്റ്യനില് എന്തുണ്ടാവും? ന്യൂ ഷെയർ ഓഫ് ദി ഇൻകമിംഗ് പാർട്ട്ണർ, അതായത് പുതിയ പാർട്ട്ണറുടെ ഷെയർ തന്നിട്ടുണ്ടായിരിക്കും. അതായത് എയും ബിയും ഉണ്ട്, സി വരുന്നു, അയാളുടെ ഷെയർ 1/4 ആണ്, 1/6 ആണ്. അയാളുടെ വരുന്ന പാർട്ട്ണറുടെ ഷെയർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, വിത്തൗട്ട് മെൻഷനിങ് ദ ഡീറ്റെയിൽ ഓഫ് സാക്രിഫൈസ്, അവിടെ എന്തുണ്ടാവില്ല? ഏത് അനുപാതത്തിലാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, വിട്ടുകൊടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്താണ്? ഒന്നുപാട് നോക്കുക. പുതിയ ആളുടെ റേഷ്യോ, പുതിയ ആളുടെ ഷെയർ തന്നിട്ടുണ്ടായിരിക്കും 1/4 എന്ന രീതിയിൽ, 1/4, 1/5 എന്ന രീതിയിൽ. പക്ഷെ അവിടെ എന്താണ്? മറ്റു പാർട്ട്നേഴ്സ് എങ്ങനെയാണ് അത് വിട്ടുകൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് വിട്ടുകൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു കേസ് ആണ് ഇത് ഒന്നാമത്തെ കേസ്. അപ്പൊ അതിലെ ഒരു ഓപ്ഷൻ ഇതാണ്. ഇൻ ദിസ് കേസ് സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് സെയിം ആസ് ഓൾഡ് റേഷ്യോ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരു പുതിയ പാർട്ട്ണറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാണ്. അയാൾക്കുള്ള റേഷ്യോ നമ്മൾ പറയുന്നത് 1/4 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 1/4 ആണെന്ത്? ഇയാളുടെ ഇൻകമിംഗ് പാർട്ട്ണറുടെ ഷെയർ എന്ന് വിചാരിക്കാം. 1/4. ഇയാള് സി ആണെന്ന് വിചാരിക്കാം. സി ആണെന്ത്? 1/4. എയും അതുപോലെ ബിയും ഉണ്ട്. ഇവര് 3:2 എന്ന അനുപാതത്തിലാണ്. ഇതാണ് നിലവിൽ തന്നുള്ള ഡീറ്റെയിൽസ് വിചാരിക്കാം. എയും ബിയും 3:2 ആണ്. ആരെ കൊണ്ടുവരുന്നു? സിയെ കൊണ്ടുവരുന്നു. അയാളുടെ ഷെയർ എത്ര? 1/4. അപ്പൊ ഇവിടെ എന്താണ്? ഷെയർ ഓഫ് ദി ഇൻകമിംഗ് പാർട്ട്നേഴ്സ് ഇസ് ഗിവൺ. പക്ഷെ ഏത് റേഷ്യോയിലാണ് ഈ 1/4 ഇവർ വിട്ടുകൊടുക്കുന്നത് അത് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസ്, വിട്ടുകൊടുക്കുന്ന റേഷ്യോ ഏതായിരിക്കും? സെയിം ആസ് ഓൾഡ് റേഷ്യോ. അപ്പോ ഈ 3:2 തന്നെ ആയിരിക്കും എന്ത്? സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തിന്റെ ആവശ്യമില്ല? സാക്രിഫൈസിംഗ് റേഷ്യോ പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ചെയ്യുന്ന രീതി എങ്ങനെയാ വെച്ചാല്, ടോട്ടൽ ഷെയർ ഓഫ് ഓൾ പാർട്ട്നേഴ്സ് നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു. അതായത് ടോട്ടൽ ഷെയർ നമ്മൾ 1 എന്നെടുക്കുന്നു. ഒരു അസംപ്ഷൻ ആണിത്. ടോട്ടൽ ഷെയർ 1 എന്നെടുക്കുന്നു. സോ റിമൈനിങ് ഷെയർ 1 ആണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുക. 1 ടോട്ടൽ ഷെയർ നമ്മൾ 1 എന്ന് കണക്കാക്കുന്നു. സോ റിമൈനിങ് ഷെയർ ഫോർ ഓൾഡ് പാർട്ട്നേഴ്സ്, ബാക്കിയിൽ എത്ര ഉണ്ടാവാം? 1 മൈനസ് ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ. അപ്പോ ടോട്ടൽ 1 എടുക്കുന്നു. 1ൽ നിന്ന് പുതിയ പാർട്ട്നേഴ്സ് ഷെയർ എത്രയാണോ അത് മൈനസ് ചെയ്യുക. ദെൻ ന്യൂ ഷെയർ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സ് എങ്ങനെ കണക്കാക്കാം? ആ റിമൈനിങ് ഷെയർ, നമുക്ക് കിട്ടിയിട്ടുള്ള റിമൈനിങ് ഷെയർ ഇൻടു ഓൾഡ് ഷെയർ എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നോക്കി വെക്കാം. നമുക്ക് അതിന്റെ കേസ് എങ്ങനെയാണുള്ളത് ഒരു എക്സാമ്പിളിലൂടെ, ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം എന്നുള്ളത്. അപ്പൊ നോക്കാം. ഒന്നാമത്തെ കേസ് എന്ന് നമ്മൾ പറയുന്നത്, അവിടെ എന്ത് മാത്രമേ തന്നിട്ടുണ്ടായിരിക്കുള്ളൂ? പാർട്ട്നേഴ്സിന്റെ ഓൾഡ് ഷെയർ തന്നിട്ടുണ്ടായിരിക്കും. പുതിയ പാർട്ട്നേഴ്സ് എത്രയാണ് ഷെയർ കൊടുക്കുക ഇതും തന്നിട്ടുണ്ടായിരിക്കും. ഈ 2 ഡാറ്റ മാത്രം തരുന്നതാണ് ഒന്നാമത്തെ കേസ് എന്നുള്ളത്. എന്തൊക്കെ ഉണ്ടാവുള്ളൂ? ഓൾഡ് റേഷ്യോ ഉണ്ടായിരിക്കും, അതുപോലെ എന്താണ്? പുതിയ പാർട്ട്ണറുടെ ഷെയർ ഉണ്ട്. ഈ 2 ഡാറ്റ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഷെയറിനെ 1 ആയിട്ട് പരിഗണിക്കുക. റിമൈനിങ് ഷെയർ കാണാൻ വേണ്ടിയിട്ട് 1ൽ നിന്ന് പുതിയ പാർട്ട്ണറുടെ ഷെയർ കുറയ്ക്കുക. ദെൻ പുതിയ ഷെയർ, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ പുതിയ ഷെയർ കാണാന് ഇവിടെ കിട്ടുന്ന ആ ഒരു റിമൈനിങ് ബാലൻസ് എത്രയാണോ അതിനെ അവരെ ഓൾഡ് ഷെയർ കൊണ്ട് ഗുണിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഓക്കെ, ഇവിടെ നോക്കുക. നിങ്ങൾ
Anil and Sunil are partners sharing profit and losses in the ratio of 3:2. അപ്പൊ അവരുടെ ഓൾഡ് റേഷ്യോ എന്താണ്? 3:2 എന്നുള്ളതാണ് അവരുടെ ഓൾഡ് റേഷ്യോ എന്നുള്ളത്. They admit Mahesh for 1/4 ഷെയർ. എത്രയാണ് പുതിയ ആളുടെ ഷെയർ? 1/4 എന്നുള്ളത്. ഓക്കെ, കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ. ഇപ്പോൾ നോക്കാം, നമുക്ക് എന്ത് ഡാറ്റയുള്ളൂ? ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2 എന്നുള്ളത്. പുതിയ ആളുടെ ഷെയർ എത്രയാണ്? 1/4 എന്നുള്ളത്. ഈ രണ്ട് ഡാറ്റ മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. ഓക്കെ, നമ്മളോട് പറഞ്ഞത് എന്തൊക്കെയാണ്? കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ആൻഡ് സാക്രിഫൈസ് റേഷ്യോ. അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ രണ്ട് ഡാറ്റ മാത്രമാണെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും എന്ത്? സാക്രിഫൈസിംഗ് റേഷ്യോ എന്നുള്ളത്. അപ്പോ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്തി കഴിഞ്ഞു. എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ? എത്രയാണ്? 3:2 തന്നെയാണ്. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം നമുക്ക്. ഓക്കെ, ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് അനുപാതം കിട്ടിയാലും ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം. എങ്ങനെ എഴുതാം? ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് 3/5 3:2 എന്നാണ്. അപ്പൊ ടോട്ടല് 5 ഭാഗമുണ്ട്. 5ൽ 3 ഭാഗം അനിലിനും 5ൽ 2 ഭാഗം സുനിലുമാണ്. അതെങ്ങനെ എഴുതാം ഭിന്നസംഖ്യാ രൂപത്തില്? 3/5 2/5 എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോ 4:3 എന്നാണ്. നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 4 3 കൂട്ടിയാൽ 7 ആണ്. സോ 4/7 അതുപോലെ 3/, ഈ രൂപത്തിലാണ് നമ്മൾ എഴുതുക. അപ്പൊ നിങ്ങൾ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം. ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക? അതിനെ കൂട്ടാന്, കുറയ്ക്കാന്, ഗുണിക്കാനൊക്കെ നമുക്ക് ഈസി ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഓൾഡ് റേഷ്യോ നമ്മൾ പറഞ്ഞു 3:2 ആണ്. മഹേഷ് പുതിയ ആളുടെ ഷെയർ എത്രയാണ്? 1/4. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? റിമൈനിങ് ഷെയർ എത്രയാണെന്ന് കാണണം. അതായത് 4ൽ 1 ഭാഗം ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവാം? വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി റിമൈനിങ് കാണാന്? 1ൽ നിന്ന് 1/4 കുറയ്ക്കുക. നമ്മൾ പറഞ്ഞ എപ്പോഴും ഒന്നാണെന്ത്? ടോട്ടൽ ഷെയർ നമ്മൾ 1 പരിഗണിക്കുക. ആ 1ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 4ൽ 1 ഭാഗം കുറയ്ക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാല് 4ൽ 1 ഭാഗമാണ് മഹേഷിന്. 4ൽ 1 ഭാഗം. അപ്പൊ ബാക്കി എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർക്കാൻ പറ്റുന്നതാണ്. 4ൽ ഇവിടെ ഇപ്പൊ നമ്മള് 1/4 എന്ന് എഴുതിയാല് 4ൽ 1 ഭാഗമാണ് അല്ലെ? അപ്പൊ ഇനി 4ൽ എത്ര ഭാഗമുണ്ട്? 3 ഭാഗം ബാലൻസ് ഉണ്ട് അല്ലെ? അതായത് 3/4 എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇവിടെ വരിക 1 - 1/4 = 3/4 എന്നുള്ളത്. 3/4. ഇപ്പൊ നോക്കുക, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 1/5 ആണെന്ന് വിചാരിക്കാം. ഈ 1/4 പകരം 1/5 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എത്ര ബാലൻസ് എത്ര ഉണ്ടാവാം? ബാലൻസ് എത്രയൊക്കെ നമ്മൾ കാണുക? 5ൽ 1 ഭാഗം പോയി ബാക്കി എത്ര ഉണ്ടാവും? 5ൽ 4 ഭാഗം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് 2/3 ആണ് തന്നിട്ടുള്ളത്. ബാക്കി എത്ര ഉണ്ടാവുക? 3ൽ 2 ഭാഗം പോയി ബാക്കി എത്ര ഉണ്ടാവുക? 3ൽ 1 ഭാഗം ഉണ്ടാവുക. അപ്പൊ വളരെ ഈസി ആയി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 1ൽ നിന്ന് അത് മൈനസ് ചെയ്യാന്നുള്ളത്. അതാണ് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷന്. റിമൈനിങ് പോർഷൻ കാണാന് 1 - 1/4. ഇതാണ് പുതിയ ആളുടെ ഷെയർ കൊടുക്കുക 3/4 എന്നുള്ളത്. ഓക്കെ, ഓക്കെ. അനിൽസ് ന്യൂ ഷെയർ. ഇനി എന്ത് ചെയ്യണം? അനിലിന്റെ ഓൾഡ് ഷെയർ നമ്മൾ പറഞ്ഞു 3/5 ആണ്. ഇനി അയാളുടെ പുതിയ ഷെയർ എത്രയാണ് നമുക്ക് കാണണം. അത് കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാരണം വെച്ചാല് അയാളുടെ റിമൈനിങ് പോർഷൻ, അതായത് നമ്മൾ നേരത്തെ കണ്ട റിമൈനിങ് പോർഷൻ ഗുണിക്കണം അനിൽസ് ഷെയർ. അനിലിന്റെ ഷെയർ കൊണ്ട് എന്ത് ചെയ്യുക? അനിൽസ് ഓൾഡ് റേഷ്യോ എന്ന് കാണാം. ഓക്കെ, അപ്പൊ ഇയാളുടെ ഓൾഡ് റേഷ്യോ റിമൈനിങ് പോർഷൻ എത്രയാണ്? 3/4 അല്ലെ? 3/4 ആണ്. ഇയാൾ അനിലിന്റെ പഴയ ഷെയർ എത്രയാണ്? 3/5. ആ 3/5 ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക. അപ്പോ ഗുണിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ആണ് അല്ലെ?
ഇൻറ്റു ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ നോക്കാം? 3/4 അല്ലെ, ഏതാണ് റിമൈനിങ് പോർഷൻ. റിമൈനിങ് പോർഷൻ 3/4 ഗുണിക്കണം അനിലിന്റെ ഷെയർ. അനിലിന്റെ ഷെയർ എത്രയാണ്? 3/5. 3/5. ഓക്കെ. അപ്പോ നടുവില് ഗുണിക്കണം എന്ന ചിഹ്നമാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആണ്. മുകളിൽ തമ്മിൽ സംഖ്യ തമ്മിൽ ഗുണിക്കുക, താഴെ സംഖ്യ തമ്മിൽ ഗുണിക്കുക. അപ്പൊ എത്രയാ? 3 × 3 9 ഡിവൈഡഡ് ബൈ 4 × 5 20. അപ്പൊ എത്രയാണ് ഷെയർ? 9/20 ആണ് ഷെയർ കിട്ടുക. ഇതാണത് 9/20. അങ്ങനെയാണ് കാൽക്കുലേഷൻ എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഗുണിക്കണം എന്നാണെങ്കിൽ മുകളിലത്തെ സംഖ്യ തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക, താഴെ സംഖ്യ തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അപ്പൊ അനിലിന്റെ കണ്ടിട്ട് നമ്മള് ഇനി സുനിൽസ് ന്യൂ ഷെയർ. സുനിലിന്റെ പുതിയ ഷെയർ ആണെങ്കിൽ സെയിം തന്നെയാണ്. റിമൈനിങ് പോർഷൻ ഇൻറ്റു മോഹൻസ് ഓൾഡ് റേഷ്യോ. റിമൈനിങ് പോർഷൻ എത്രയാണ്? 3/4. ഇയാളുടെ ഷെയർ എത്രയാണ്? 2/5 ഇസ് ഈക്വൽ ടു 6/20. എങ്ങനെ കിട്ടി നോക്കാം. നമുക്ക് ബാലൻസ് ഉള്ളത് 3/4 ആണ്. അതിനെ ഗുണിക്കണം. എത്ര ഗുണിക്കേണ്ടത്? ഇയാളുടെ ഷെയർ എത്രയാണ്? 2/5. 2/5. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഗുണിക്കണം ചിഹ്നമാവുമ്പോ മുകൾ തമ്മിൽ ഗുണിക്കുക, താഴെ തമ്മിൽ ഗുണിക്കുക. അപ്പൊ ഇവിടെ ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക. 3 × 2 6 ഡിവൈഡഡ് ബൈ 4 × 5 20. ഓക്കെ. ഇതാണ് രണ്ടാമത്തെ. അപ്പൊ ഇത് ആരതാണ്? അനിലിന്റെ പുതിയ ഷെയർ ആണ് 9/20. ദെൻ സുനിലിന്റെ ഷെയർ എത്രയാണ്? 6/20. ക്ലിയർ? ഇപ്പൊ നമ്മള് അനിലിന്റെ ഷെയറും കണ്ടെത്തി, അതുപോലെ എന്താണ് സുനിലിന്റെ ഷെയറും കണ്ടെത്തി. ദെൻ മഹേഷിന്റെ ന്യൂ ഷെയർ എത്രയാണ്? 1/4. പക്ഷെ ഇവിടെ നോക്കാം, 1/4 പകരം ഇവിടെ എന്താണ്? 5/20 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു റേഷ്യോ അനുപാതമായിട്ട് നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള നമ്പർ, ഡിനോമിനേറ്റർ, ഈ താഴെയുള്ള നമ്പർ എന്തായിരിക്കണം? ഒരുപോലെ ആയിരിക്കണം എന്നുള്ളത്. ഈ താഴെയുള്ള നമ്പർ ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതില് അനിലിന്റെ ഷെയർ, അതുപോലെ സുനിലിന്റെ ഷെയർ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. അനിലിന് കിട്ടിയ പുതിയ ഷെയർ എത്രയാ? 9/20. ഓക്കെ. രണ്ടാമത്തത് സുനിലിന് കിട്ടിയിട്ടില്ല, എത്രയാണ്? 6/20. ദെൻ മഹേഷിന്റെ പുതിയ ആളുടെ ഷെയർ എത്രയാണ്? 1/4. 1/4. ഇവിടെ നോക്കുക നിങ്ങള്, ഇത് രണ്ടിലും 20 ആണ് താഴെയുള്ള നമ്പർ. പക്ഷെ ഇതെന്താണ്? 4 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ 9:6:1 എന്ന് എഴുതാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഒരുപോലെ താഴെയുള്ള നമ്പർ ഒരുപോലെ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുകളിലത്തേത് അനുപാതമായി എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ടല്ലോ, താഴെ രണ്ടും 7 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? 4:3 എന്ന് എഴുതാം. ഇവിടെ താഴെ രണ്ടെന്നാണ് 5 ആണ്. അതുകൊണ്ട് മുകളിൽ എന്ത് ചെയ്യാം? 3:2 എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഇവിടെ ഉള്ളത് ഇത് 3 കൂടിയാൽ 9:6:1 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും 20 ആണ്. അപ്പോ ഇതിനെയും ഈ പോർഷനെയും നമ്മൾ എന്ത് ചെയ്യണം? 20 താഴത്തെ നമ്പർ 20ലേക്ക് മാറ്റണം. മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പൊ 4നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 20 ആവാം? 4 ഏത് സംഖ്യ ഉണ്ടാവും? 5 കൊണ്ട്. അപ്പോ 4 × 5. ഇപ്പൊ താഴെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിക്കുന്നത് അതേ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? മുകൾ ഭാഗത്തെയും ഗുണിക്കണം. അപ്പൊ ഈ നമ്പർ എന്തായിട്ട് മാറും? 1 × 5 5 ഡിവൈഡഡ് ബൈ 4 × 5 20. ഇപ്പൊ എന്തായി? താഴെയുള്ള എല്ലാ നമ്പറും എന്തായിട്ട് മാറി? 20 ആയി മാറിയിട്ടുണ്ട്. അപ്പൊ മുകൾ നമ്പർ 9, 6, 5. 9:6:5. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 9:6:5 എന്നുള്ളത്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡിനോമിനേറ്റർ, നിങ്ങളുടെ ഭിന്നസംഖ്യയില് താഴെയുള്ള നമ്പർ ഒരുപോലെ ആണെങ്കിൽ മാത്രമാണെന്ത് മുകളിലത്തെ നമ്പേഴ്സിന് എന്താക്കി എഴുതാൻ പറ്റുള്ളൂ? അനുപാത രൂപത്തിൽ എഴുതാൻ സാധിക്കുള്ളൂ. ഏതെങ്കിലും ഒരു നമ്പർ ആ
മുൻപത്തെ നമ്പർ പോലെ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ആ നമ്പറിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവരാൻ വേണ്ടി ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അപ്പൊ താഴെ നിങ്ങൾ ഏത് നമ്പർ കൊണ്ടാണോ ഗുണിച്ചത് അതേ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം, മുകൾ നമ്പറിനെയും ഗുണിക്കണം. അപ്പൊ ഇവിടെ 1/4 എന്നുള്ളതിന് പകരം എന്തായിട്ട് മാറി, 5/20 എന്നായിട്ട് മാറി. ഇവിടെ എന്തായി, താഴെയുള്ള നമ്പർ എല്ലാം ഓക്കെയാണ്, ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലത്തെ ആ നമ്മുടെ അനുപാതം 3:6:5. ഇതാണ് എന്ത്, അവരുടെ പുതിയ റേഷ്യോ എന്നുള്ളത്. ക്ലിയർ? അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്, അവരുടെ പുതിയ റേഷ്യോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതുപോലെ എന്താണ്, സാക്രിഫൈസിംഗ് റേഷ്യോയും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ പുതിയ റേഷ്യോ എന്താണ്, സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണ് നമ്മൾ പറഞ്ഞു. ഇതില് ആകെ തന്നിൽ ഡാറ്റ എന്താണ്, അവരുടെ ഓൾഡ് റേഷ്യോ ഉണ്ട്, അതുപോലെ മഹേഷിന്റെ പുതിയ ഷെയർ ഉണ്ട്. ഇങ്ങനെ 2 ഡാറ്റ മാത്രമാണെങ്കിൽ ഓൾഡ് റേഷ്യോ തന്നെയാണ് എന്തായിട്ട് കണക്കാക്കുക, സാക്രിഫൈസിംഗ് റേഷ്യോ ആയിട്ട് കണക്കാക്കുക എന്നുള്ളത്. ക്ലിയർ? അപ്പോ സാക്രിഫൈസിംഗ് റേഷ്യോ നമുക്ക് അവൈലബിൾ ആയി. ദെൻ നമ്മള് പുതിയ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആദ്യം നമ്മള് മഹേഷിന്റെ റേഷ്യോ നമ്മൾ എഴുതി 1/4 ആണ്. ദെൻ ബാക്കി റിമൈനിങ് പോർഷൻ ബാലൻസ് കാണാൻ വേണ്ടിയിട്ട് 1ൽ നിന്ന് 1/4 കുറച്ചു. നമ്മള് 1ൽ നിന്ന് 1/4 നമ്മൾ കുറച്ചു. അപ്പോ നമുക്ക് അറിയാം, നമ്മള് സിമ്പിൾ ആയിട്ട് പറഞ്ഞു, 4ൽ ഒരു ഭാഗമാണ്, 4ൽ ഒരു ഭാഗമാണ് നമ്മൾ വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാക്കി എത്രയാണ്, 4ൽ 3 ഭാഗം എന്നുള്ളത്. 4ൽ 3 ഭാഗം. അപ്പൊ അതാണ് 3/4 എന്നുള്ളത്. ഇനി ഈ 3/4 അതായത് റിമൈനിങ് പോർഷൻ എന്ത് ചെയ്യുക, ഓൾഡ് ഷെയർ കൊണ്ട് ഗുണിക്കുക. ഓൾഡ് ഷെയർ പറഞ്ഞാല് ഇത്. ഓക്കെ. അപ്പോ 3/4 ഗുണിക്കണം ഒന്നാമത്തെ ആളുടെ 3/5. രണ്ടാമത്തെ ആളാണെങ്കിലോ 3/4 ഗുണിക്കണം 2/5. അപ്പൊ അങ്ങനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അവരുടെ പുതിയ ഷെയർ അവൈലബിൾ ആവും എന്നുള്ളത്. ഓക്കെ. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്, താഴെയുള്ള ഡിനോമിനേറ്റർ ഒരുപോലെ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുകളിലത്തെ നമ്പേഴ്സിനെ അനുപാത രൂപത്തിൽ എഴുതാൻ സാധിക്കുള്ളൂ. അതിലെ ഏതെങ്കിലും ഒരു നമ്പർ ഒരുപോലെ അല്ലെങ്കിൽ മറ്റു നമ്പറിലേക്ക് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് ഒരുപോലെ ആക്കണം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ കേസ് എന്നുള്ളത്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. കേസ് 2. When the new partner acquire his share of profit in any other agreed ratio from the old partners. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു സാക്രിഫൈസ് ചെയ്യാം. ഇപ്പൊ സാക്രിഫൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ഏത് അനുപാതത്തിലാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതാണെന്ത്, ഇൻ എനി അതർ അഗ്രീഡ് റേഷ്യോ എന്ന് പറയുന്നത് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ കാണാം, when the new share of the incoming partner and how he acquired the share from the old partners are given. അതായത് ഇവിടെ എന്താണ്, നേരത്തെ പുതിയ പാർട്ട്ണറുടെ ഡീറ്റെയിൽസ് മാത്രമേ തന്നിരുന്നുള്ളൂ, അല്ലെ? 1/4 മാത്രമേ ഉണ്ടായി. ഇവിടെ എന്താണ്, പുതിയ പാർട്ട്ണറുടെ ഷെയറും തന്നിട്ടുണ്ട്, അത് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് അക്വയർ ചെയ്യുന്നത്, നേടുന്നത്, അതും പറഞ്ഞിട്ടുണ്ട്. കാണാം, in this case there is a no need to calculate sacrificing ratio. ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണിത്, വിച്ച് ഈസ് ഓൾറെഡി മെൻഷൻ ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. അത് എവിടെ ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോ രണ്ടാമത്തെ കേസ് ആണ്. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ കേസ് പറഞ്ഞു, അവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ കാണേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസ്. രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത്, ഇവിടെ രണ്ടാമത്തെ കേസിൽ അവർ പറയുന്നത് ഇതില് ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ടായിരിക്കും, സാക്രിഫൈസിംഗ് റേഷ്യോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടാമത്തെ കേസ് ആണെങ്കിലും സാക്രിഫൈസിംഗ് റേഷ്യോ കണക്കാക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ. എയും ബിയും ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 4:3. 4:3. അപ്പൊ ഇതെന്താണ് അവരുടെ ഓൾഡ് റേഷ്യോ. അപ്പൊ ഓൾഡ് റേഷ്യോ എന്താണ്, 4:3. അപ്പൊ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. നിലവിലെ റേഷ്യോ എന്ന് പറഞ്ഞാല് 4:3 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, അല്ലെ? 4/7 അതുപോലെ 3/7 ഇങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ? They admit C into the partnership for 2 by share. അപ്പോ പുതിയ ആളുടെ ഷെയർ എത്രയാണ്, 2
ബൈ 7. അതായത് എയിൽ 2 ഭാഗം എന്നുള്ളത്. അപ്പോ സിയുടെ ഷെയർ എത്രയാണ്? 2/7. 2/7. Which acquire equally from A and B. Equally. Equal എന്ന് പറഞ്ഞാല് തുല്യമായിട്ട് എന്നർത്ഥം. തുല്യമായി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവാം? അവിടെ ഈക്വൽ എന്ന് പറഞ്ഞാല് റേഷ്യോ എന്തായിരിക്കും? 1:1 അല്ലെ? തുല്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ ഈക്വലി എന്ന് പറഞ്ഞ കേസിൽ നിങ്ങൾ എടുക്കേണ്ടതാണ് 1:1 എന്നുള്ള കേസാണ്. തുല്യമായിട്ട് എന്ത് ചെയ്യുന്നു? പങ്കിടുന്നു എന്നുള്ളത്. അപ്പോ എയില് 2 ഭാഗമാണ് ആർക്ക് കൊടുക്കേണ്ടത്? സി കൊടുക്കേണ്ടത് അല്ലെ? എയിൽ എന്താണ്? 2 ഭാഗം കൊടുക്കണം. അപ്പോ അത് തുല്യമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരിക്കും? എയില് 1 ഭാഗം ആര് കൊടുക്കണം? എ കൊടുക്കണം. 1 ഭാഗം ആര് കൊടുക്കണം? ബിയും കൊടുക്കണം അല്ലെ? എയില് 2 ഭാഗമാണുള്ളത്. അപ്പൊ എയില് 1 ഭാഗം ആര് കൊടുക്കുക? എ കൊടുക്കുക. 1 ഭാഗം ആര് കൊടുക്കുക? ബി കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് മനസ്സിലായി 1/7 ആണ് കൊടുക്കുന്നത്. 1/7. അപ്പൊ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയാ ചെയ്യുന്ന നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇപ്പൊ എന്താണ്? 3 ഇൻഫർമേഷൻ ഉണ്ട്. ഒന്ന് ഓൾഡ് റേഷ്യോ ഉണ്ട്, അതുപോലെ പുതിയ ആളുടെ ഷെയർ ഉണ്ട്, അത് എങ്ങനെയാണ് അവർ വിട്ടുകൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. അപ്പൊ പുതിയ ആളുടെ ഷെയർ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് അല്ലെ? 2/A എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട്. ഇനി എയുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എസ് ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു എസ് ഓൾഡ് ഷെയർ മൈനസ് എസ് ഷെയർ അക്വേർഡ് ബൈ സി. അതായത് ഇവരുടെ എന്റെ ഓൾഡ് ഷെയർ എത്ര എടുക്കുക, അയാള് വിട്ടുകൊടുക്കുന്ന ഭാഗം എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഇവിടെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 4/7. വിട്ടുകൊടുക്കുന്ന എത്രയാണ്? 1/7. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്ന നോക്കാം. നമുക്ക് അയാളുടെ ആദ്യത്തെ ഷെയർ എത്രയായിരുന്നു? 4/7. ഇത് ഓക്കെ ആണല്ലോ അല്ലെ? 4/7. 4:3 നമ്മൾ 4/7 എഴുതി. ഇനി ഇയാളുടെ പുതിയ ഷെയർ എന്തായിരിക്കും? ഇയാള് വിട്ടുകൊടുക്കുന്ന എത്രയാണ്? 1/7 വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ വിട്ടുകൊടുക്കുന്ന നമ്മൾ എന്താ ചെയ്യുക? മൈനസ് അല്ലെ? കുറയ്ക്കണം. മൈനസ് കുറയ്ക്കണം എന്നുള്ളത്. എത്ര വിട്ടുകൊടുക്കുന്നത്? 1/7 ആണ് വിട്ടുകൊടുക്കുന്നത്. എത്ര വിട്ടുകൊടുക്കുന്നത്? 1/7 എന്നുള്ളത്. ഓക്കെ, അപ്പൊ എത്ര ഉത്തരം കിട്ടുക? ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. താഴെയുള്ള നമ്പർ ഒരേപോലെയാണെങ്കിൽ മുകളിലത്തെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ 4 മൈനസ് 1 3. താഴെ എന്ത് ചെയ്യാം? 7 ആണ്, അതുകൊണ്ട് 7. അപ്പൊ പുതിയ റേഷ്യോ എന്താ വരാ? 3/A എന്നുള്ളത്. അതാണ് ഇവിടെ കാണിക്കുന്നത് 3/A. അപ്പൊ താഴെയുള്ള നമ്പർ ഒരേ നമ്പർ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുകളിലത്തെ നമ്പർ ചെയ്താൽ മതി. സപ്പോസ് ഇവിടെ പ്ലസ് ആയിരുന്നു എന്ന് വിചാരിക്കാം. പ്ലസ് ആയിരുന്നെങ്കിൽ എന്താണ്? 4 + 1 5 ആയിരിക്കും വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് 4 - 1 3 എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 4 - 1 4 - 1 3/. ഇതേപോലെ രണ്ടാമത്തെ ആള് ബിയുടെ ന്യൂ ഷെയർ നോക്കുകയാണെങ്കിൽ അയാളുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/7. ബീസ് ഷെയർ അക്വേർഡ് ബൈ സി. അതായത് ബിയിൽ നിന്ന് സി എത്രയാണ് നേടിയെടുക്കുന്നത്? എത്രയാണ്? 1/7. ഇപ്പൊ നേരത്തെ ചെയ്ത അതേപോലെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇയാളുടെ ഓൾഡ് ഷെയർ 3/7 3/7 മൈനസ് എത്രയാണ് വിട്ടുകൊടുക്കുന്നത്? 1/7 1/7 ഈക്വൽ ടു താഴെയുള്ള നമ്പർ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മുകളിലത്തെ നമ്പേഴ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ 3 - 1 that is 2/7 2/7. അപ്പൊ ഇതാണ് നമുക്ക് 2/7 കിട്ടിയിട്ടുള്ളത്. ഇനി സിയുടെ ഷെയർ എത്രയാണ്? 2/7 തന്നെയാണ്. അപ്പൊ നമ്മള് 3 പേരെയും കൂടി ഒരുമിച്ച് എഴുതുമ്പോ ഒന്നാമത്തെ ആൾക്ക് അല്ലെ എക്ക് എത്രയാണ്? എയുടെ പുതിയ ഷെയർ 3/7. ദെൻ ബിയുടെ ആണെങ്കിലോ 2/7. ഇനി പുതിയ പാർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞത് എത്രയാണ്? 2/7. ഇപ്പൊ എന്തായി? താഴെയുള്ള നമ്പറൊക്കെ ഒരുപോലെയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലത്തെ നമ്പർ ആനുപാതമായിട്ട് എഴുതാം. അപ്പൊ എന്തായിരിക്കും വരിക? 3:2 2:2.
ഇതാണ് എന്ത് നമ്മുടെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 3:2:2 എന്നുള്ളത്. ക്ലിയർ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൽ എന്തുണ്ട്? വിട്ടുകൊടുക്കുന്ന സാക്രിഫൈസ് ചെയ്യുന്ന അനുപാതം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സാക്രിഫൈസ് ചെയ്യുന്ന അനുപാതം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ സാക്രിഫൈസ് ചെയ്യുന്ന ഭാഗം തന്നാല് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സാക്രിഫൈസ് ചെയ്യുന്ന ഭാഗം അവരെ ഓൾഡ് ഷെയറിന്ന് മൈനസ് ചെയ്യാം. ഇതാണ് ഓൾഡ് ഷെയർ. അവർ വിട്ടുകൊടുക്കുന്ന ഭാഗം എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അപ്പൊ മൈനസ് ചെയ്ത് അവർക്ക് എന്ത് കിട്ടും? നമുക്ക് അയാളുടെ പുതിയ ഷെയർ കിട്ടും. പിന്നെ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സാക്രിഫൈസ് റേഷ്യോ എന്താണ്? സാക്രിഫൈസ് റേഷ്യോ ഈക്വലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഈക്വലി മീൻസ് 1:1. രണ്ടുപേരും ഒരുപോലെയാണ് വിട്ടുകൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് കേസുകൾ എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവാം, ആ കേസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കേസില് രണ്ട് ഡാറ്റ മാത്രമേ തന്നിരിക്കുള്ളൂ. ഓൾഡ് റേഷ്യോ, പുതിയ ആളുടെ ഷെയർ. അപ്പൊ അതിലെന്താണ്? ആ ഓൾഡ് റേഷ്യോ തന്നെയാണെന്ത്? സാക്രിഫൈസ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിലോ അതിൽ 3 ഇൻഫർമേഷൻ ഉണ്ട്. ഓൾഡ് ഷെയർ ഉണ്ട്, പുതിയ ആളുടെ ഷെയർ ഉണ്ട്, അവരെങ്ങനെയാണ് വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോയിൽ തന്നിട്ടുണ്ട്. ഇതാണ് രണ്ട് കേസുകൾ ആദ്യത്തെ.